സൂര്യമണ്ഡപത്തിലിരുന്ന് കഴിഞ്ഞുപോയ ഭാവനയും ഒത്തുള്ള നിമിഷങ്ങൾ ഞാൻ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഭാവനയും സൂര്യയും വന്ന് ഒന്നിച്ച് സ്റ്റേജിൽ പാടിയതും പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പും ഭാവനയ്ക്കുണ്ടാകുന്ന ഓരോ അപകട സമയത്തും ഒരു രക്ഷകനായിട്ട് സൂര്യ എത്തുന്നതും പിന്നീടുള്ള അവരുടെ ഓരോ പ്രണയ നിമിഷങ്ങളെക്കുറിച്ചും ശേഷം ഭാവനയ്ക്ക് അന്ന് ആക്സിഡൻ്റ് ആയതും പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിച്ചതും പിന്നീട് സൂര്യഭാവനയുടെ കഴുത്ത് താലി കെട്ടിയ കാര്യങ്ങളും ശേഷം ഭാവനയുടെ നിർദ്ദേശപ്രകാരം ഗായത്രി താലി അയച്ച് സൂര്യയുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും സൂര്യ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് പൊട്ടിക്കരയുന്നതൊക്കെ ഉണ്ട്. അർജുനും പൂജയും കൂടിയും സൂര്യയെ കുറ്റപ്പെടുത്താണ് ഇപ്പോൾ ഈ കല്യാണം ഇങ്ങനെ നടത്തുന്നതിൻ്റെ പേരിൽ. പിന്നീടാണ് സൂര്യയിൽ നിന്നും മോഹിനിയിൽ നിന്നും അവർ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഭാവനയുടെ നിർബന്ധപ്രകാരമാണ് ഈ കല്യാണം നടത്തുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അമ്മയുടെ സുഖമില്ലാത്തതിൻ്റെ പേരിൽ നീ നിൻ്റെ ജീവിതം പണയം വയ്ക്കരുത് സൂര്യ. പിന്നീട് അവർ മാനസയെക്കുറിച്ച് തിരക്കുന്നുണ്ട് കേട്ടോ, ആരാണ് അവൾ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, മാനസ ഒരു നല്ല കുട്ടിയാണ്, ഭാവനയുടെ നിർബന്ധം കാരണം അവളും ഇതിൽ ബലിയാടാവുകയാണ് എന്നൊക്കെയുണ്ട് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അർജുൻ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നീ പറയുന്നത് കേട്ടിട്ട് ആ മാനസ ഇതൊക്കെ അവളുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലോ നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നിന്റെ മുന്നിൽ അഭിനയിക്കുകയാവാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സൂര്യ, നീ മാനസയുടെ കഴുത്തിൽ താലി കെട്ടരുത്. നീ നേരത്തെ താലി കെട്ടിയൊരു പെണ്ണ് നിന്റെ കൺമുന്നിൽ ഇരിക്കുമ്പോൾ നിനക്കെങ്ങനെയാടാ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ കഴിയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അർജുൻ. ഇതൊന്നും ഞാനെടുത്ത തീരുമാനമില്ല അർജുൻ, ഭാവന തന്നെ സ്വയം കണ്ടെത്തിയ വഴിയാണ്. അവൾക്ക് ഇനി ഒരിക്കലും പഴയ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ എന്നെ അവൾക്ക് ശുശ്രൂഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ ബോധ്യമായത് കൊണ്ടാണ് അവൾ ഇതിൽ നിന്നും പിന്മാറിയതെന്ന് തോന്നുന്നു. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞു ഇനി അവൾ തിരിച്ചു വരില്ലെന്ന്? ഭാവനയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്, അവൾ തിരിച്ചു വരും, പക്ഷേ അതിനെല്ലാം സമയമെടുക്കുമെന്ന് മാത്രം. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, സമയം അതാണ് ഇവിടെ പ്രശ്നം. ഭാവനയുടെ അസുഖം മാറുമ്പോഴേക്കും അമ്മയുടെ അവസ്ഥ എന്താകും? എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ പിന്നീട് ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാം കേട്ടോ. അമ്മയ്ക്ക് ഞാൻ ഭാവനയെ വിവാഹം കഴിക്കുന്നതിൽ ഒരു എതിർപ്പുമില്ലായിരുന്നു, പക്ഷേ ഭാവനയ്ക്കാണ് ഇതിൽ താല്പര്യമില്ലാത്തത് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പൂജയും അർജുനും ഷോക്കാകാൻ കേട്ടോ. ജയപ്രഭയ്ക്ക് ഭാവനയുടെ സൂര്യയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല എന്നറിയുമ്പോൾ അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതെ അർജുൻ, ഭാവനയും ഒരു രോഗി, അമ്മയും ഒരു രോഗി. ഒരു കുടുംബത്തിൽ തന്നെ ഇങ്ങനെ രണ്ടുപേരും ഒരേപോലെ ആയാൽ എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ചിട്ടാവാം ഭാവന ഇതിൽ നിന്ന് പിന്മാറിയത് എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് പൂജ അർജുനും പറയുന്നുണ്ട്, ഇതൊന്നുമല്ല ഇതിനുള്ള യഥാർത്ഥ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാവന ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ സൂര്യ കെട്ടിയ താലി ഒരിക്കലും ഭാവന അഴിച്ചു കൊടുക്കില്ല. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അവൾ സൂര്യയെ വിട്ടു കൊടുക്കാനും തയ്യാറാവില്ല. കാര്യമായിട്ട് എന്തോ ഒന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ പൂജയും അർജുനും കൂടി. എന്തായാലും ഞാൻ ഭാവനയെ ഒന്ന് കാണട്ടെ, അവളോട് സംസാരിക്കട്ടെ എന്ന് പറയാണ് പൂജ. ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇനിയൊന്നും ചെയ്യാനില്ല പൂജ, ഇപ്പോൾ ഞാൻ പഴയതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ മുൻപിൽ അമ്മയുടെ അസുഖം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വിവാഹം പോലും അമ്മയ്ക്ക് വേണ്ടിയാണ്. ഒരിക്കലും എനിക്ക് നല്ലൊരു ദാമ്പത്യം ഉണ്ടാവുകയില്ല. ആ പഴയ സൂര്യയാവാൻ ഇനി എനിക്ക് ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ സങ്കടപ്പെടുകയാണ്. അങ്ങനെ ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് പൂജ പോവുകയാണ്. ആ ഒരു ടൈമിൽ അകത്ത് ഭാവനയും മാനസയും സംസാരിച്ചിരിക്കുകയാണ്. മാനസ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ഭാവനയെ ഒന്ന് കാണണമെന്ന്. അവൾ കുറച്ച് അഹങ്കാരത്തെയാണ് പറഞ്ഞത്. മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല എന്ന് പറയാൻ കേട്ടോ മാനസ ഭാവനയോട്. ഭാവന പറയുന്നുണ്ട്, ജീവിതം ഇങ്ങനെയാണ്, ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ വൈകിയാണ് മനസ്സിലാക്കാൻ പറ്റൂ, അപ്പോഴേക്കും പ്രതീക്ഷിക്കാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ഇങ്ങനെ പറയുമ്പോൾ മാനസ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇനി ഞാനും ആൻറ്റിയും തമ്മിലുള്ള എല്ലാ പ്ലാനുകളും അറിഞ്ഞ് കാണോ? അങ്ങനെ ആകാനും വഴിയില്ല എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഭാവന, മാനസ എന്താ നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത് എൻ്റെ സ്ഥാനത്ത് ഭാവനയല്ലേ ഇരിക്കേണ്ടിയിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സിനെ പോലും കല്യാണത്തിന് ഞാൻ വിളിക്കാതിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ മാനസ ഭാവനയോട്. ഇത് കേൾക്കുമ്പോൾ ഭാവന വിചാരിക്കുകയാണ്, അപ്പോൾ ജോത്സ്യൻ പറഞ്ഞ കാര്യം ഒന്നും പാവം മാനസക്ക് അറിയില്ല എന്ന്. മാനസ പോലും അറിയാതെയാണ് ആൻറ്റി ജോത്സ്യനെ കൊണ്ട് ഈ കള്ളം പറയിപ്പിച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് മാനസ പറയുന്നുണ്ട്, അപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് ഭാവന സൂര്യയെ മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞതില്ലേ? ഇത് കേട്ടതും ഭാവന പറയുന്നുണ്ട്, ആരു പറഞ്ഞു ഞാൻ സൂര്യയെ മനസ്സിൽ നിന്നും പറിച്ചെറിഞ്ഞെന്ന്?
ഒരിക്കലും എനിക്കും സൂര്യക്കും അതിന് കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് മരണം വരെ നിലനിൽക്കും. കല്യാണം കഴിഞ്ഞ് നീ അവൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് വന്നാൽ ഞങ്ങളുടെ ബന്ധത്തിന് ഒരു തടസ്സവുമാകില്ല എന്ന വിശ്വാസം എനിക്കുണ്ട് മാനസേ. ഇത് കേൾക്കുമ്പോൾ മാനസ വിചാരിക്കുകയാണ്, നീ കാത്തിരുന്നോ ഭാവന? ആദ്യം സൂര്യയുടെ താലി എൻ്റെ കഴുത്തിലൊന്ന് വീണോട്ടെ, പിന്നെയാണ് നീ മാനസ ആരാണെന്ന് ശരിക്കും അറിയാൻ പോകുന്നത് എന്നിങ്ങനെ വിചാരിക്കുകയാണ്. പിന്നീട് ഭാവന പറയുന്നുണ്ട്, വല്ലപ്പോഴും സൂര്യ എന്ന ഫ്രണ്ടിൻ്റെ സാമീപ്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മനസ്സ്. ഞാൻ ഇന്ന് ഈ വീൽ ചെയറിലല്ലായിരുന്നെങ്കിൽ ഒരിക്കലും സൂര്യ കെട്ടിയ താലി ഞാൻ അഴിച്ചു മാറ്റില്ലായിരുന്നു. ഇങ്ങനെ ഒരു വിവാഹം നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് മാനസാകെ ഷോക്കായി നിൽക്കണ്ട്, ഇവളെന്തൊക്കെയായി പറയുന്നതെന്ന്. ഇത് കേട്ടിട്ടാണ് പൂജ അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, കല്യാണപ്പെണ്ണൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞോ? നിങ്ങളിവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നോ ഭാവന? ഞാൻ ഒരുപാട് നേരമായിട്ട് ഭാവനയെ തിരയുകയാണെന്ന് പറയാണ്. പൂജയെ കണ്ടപ്പോൾ മാനസക്ക് വല്ലാത്തൊരു ഷോക്ക് കിട്ടോ. ഇനിയിപ്പോൾ എന്തൊക്കെയാണോ അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇവരെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ഭാവന തന്നെ എടുത്ത തീരുമാനമില്ലേ, അതുകൊണ്ട് ഒരിക്കലും അവൾ അഭിമാനം വിട്ട് അതിൽ നിന്നും പിന്മാറില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് പൂജ ഭാവനയോട് പറയുന്നുണ്ട്, വാ നമുക്ക് അവിടെ പോയി സംസാരിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഭാവനയും കൊണ്ട് ഹാളിലേക്ക് പോവാൻ കേട്ടോ. ശേഷം പൂജ ഭാവനയോട് സംസാരിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത്? നീ ആ സൂര്യയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അവനാകെ തകർന്ന് നിൽക്കുകയാണ്. നീയാണ് അവനെ ഈ അവസ്ഥയിലേക്ക് തള്ളിയിട്ടത്. നിനക്ക് എന്താ പറ്റിയത് ഭാവന? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. മറ്റുള്ളവരെന്ത് പറയുന്നു അവരെ പേടിച്ചിട്ടൊന്നും ആയിരുന്നില്ലല്ലോ നീ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. എന്ത് വന്നാലും നീ സൂര്യയെ വിട്ടുകൊടുക്കില്ല എന്നെല്ലാം എനിക്കറിയാം. അത്രക്കുമായിരുന്നില്ലേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? പിന്നെ ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരാൻ കാരണം എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. ഭാവന ഒന്നും പറയാതെ ആദ്യം ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നീട് അവിടെ അർജുനും എത്തുന്നുണ്ട്. ഇന്ന് നീ ഈ കാണിക്കാൻ പോകുന്ന അബദ്ധത്തിൽ നിനക്ക് തീരാ നഷ്ടമായിരിക്കും ഭാവന ഉണ്ടാകാൻ പോകുന്നത്. മാത്രവുമല്ല സൂര്യയെ നീ തള്ളിവിടുന്നത് അവൻ്റെ മരണത്തിലേക്കാണ്. ഇന്നത്തോടു കൂടി പഴയ ആ സൂര്യ മരിച്ചു എന്നാണ് സൂര്യ പറയുന്നത്. നീ കൂടെ ഇല്ലെങ്കിൽ അവളിന് നല്ലൊരു ദാമ്പത്യം പോലും ഉണ്ടാവുകയില്ല. ആർക്കോ വേണ്ടി ജീവിച്ച് മരിക്കാനാണോ അവൻ്റെ വിധി? നിന്റെ ഈ അസുഖമെല്ലാം മാറും ഭാവന, എന്നിട്ട് നിങ്ങൾ സന്തോഷമായി ജീവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതിനെല്ലാം വേണ്ടിയിട്ട് നീ ഒരൊറ്റ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ. നീ നിന്റെ ഈ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങണം. എന്നിട്ട് സൂര്യയെ കണ്ട് സംസാരിച്ച് നിങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറാവണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭാവന പറയും, അർജുൻ, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. സൂര്യ മാനസയെ തന്നെ വിവാഹം കഴിക്കണം. ഇതെൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. സൂര്യയുടെ അമ്മയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അവർക്ക് അവസാനമെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യമായിരിക്കും ഇത്. അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. പൂജയോടും അർജുനോടുമായിട്ട് ഇങ്ങനെയൊക്കെ ഭാവന പറയാണ്. ഇത് ഞങ്ങൾ വിശ്വസിക്കില്ല. ഇങ്ങനെയൊക്കെ നീ പറയണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കാര്യമായിട്ട് എന്തോ ഒരു കാര്യമുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അർജുൻ. എന്തായാലും നീ ഞങ്ങളോട് സത്യം തുറന്നു പറ. ഇപ്പോൾ നീ അത് പറഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും നിനക്കത് പറയാൻ സാധിക്കില്ല. പിന്നീട് അങ്ങോട്ടുള്ള സൂര്യയുടെ ജീവിതം കണ്ട് നീ കുറ്റബോധം കൊണ്ട് നേറി കഴിയേണ്ടി വരും എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവന കരയാണ്. സൂര്യക്കും അവരുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ലൊരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നത്. അല്ലാതെ എനിക്കൊരിക്കലും ഇതിൽ നിന്ന് താല്പര്യമുണ്ടായിട്ടില്ല. എനിക്ക് സൂര്യയെ മറക്കാനും കഴിയില്ല. പിന്നെ എന്താണ് കാര്യമെന്ന് അർജുൻ തിരക്കാണ്. അങ്ങനെ അവൾ അന്ന് ജോത്സ്യന് വന്നതും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂജയോടച്ഛനോട് ഷെയർ ചെയ്യാണ്. ഇതൊക്കെ ജയന്തി മനഃപൂർവ്വം ചെയ്യിപ്പിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാനസയെ സജസ്റ്റ് ചെയ്തതും എന്നോട് അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറഞ്ഞതൊക്കെ ജയന്തി മാത്രമാണ്. ഇത് കേട്ട് പൂജയും അർജുനും ഷോക്കാവാണ് കേട്ടോ. ഈ സത്യങ്ങളൊന്നും സൂര്യക്കും മറ്റാർക്കും അറിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും ആരോടും ഞാനിത് പറയില്ല. പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി, എനിക്കെന്തായാലും ഇനിയുള്ള കാലം ജയന്തിനെ ശുശ്രൂഷിച്ച് അവിടെ സൂര്യയുടെ നല്ല ഭാര്യയായിട്ട് കഴിയാൻ കഴിയില്ല. അതിലും നല്ലത് അവനക്ക് വേണ്ടി ചെയ്യാൻ പറ്റും നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതല്ലേ. മാനസ എല്ലാം കൊണ്ടും സൂര്യക്ക് പറ്റിയ നല്ലൊരു പെൺകുട്ടിയാണ്. അവൾ അവരെ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ പറയാം കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭാവന പൊട്ടി കരയുന്നതാണ് കാണിക്കുന്നത്.